നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. അരി വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ലൈനിൻ്റെ ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു സ്റ്റിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ലൈൻ വരച്ച് കാണിക്കുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ താഴെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഫസ്റ്റ് സ്റ്റിച്ച് താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് മുകളിലേക്ക് എടുക്കണം. ഇനി എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ സ്ലാൻറ്റിംഗ് ആയിട്ടായിരുന്നു ഒരു ലോങ് ചെയിൻ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ നീഡിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ആ നീഡിലിനെ തിരിച്ച് നമ്മൾ ആ ലോക്ക് സ്റ്റിച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ അവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതുപോലെ പുറകിലേക്ക് നീഡിലിനെ വലിക്കണം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ലോങ് ചെയിൻ ഇല്ലേ അത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ വന്ന് ലോക്കാവും. ഇവിടെ കണ്ടോ, നമ്മൾ ആ ഫസ്റ്റ് മുകളിലേക്ക് കൊടുത്ത ആ ഒരു ചെയിൻ തിരിച്ച് ആ ലോക്ക് സ്റ്റിച്ച് ഇട്ട സ്ഥലത്തേക്ക് വന്ന് ലോക്കായി. നമ്മൾ താഴെ നിന്ന് എടുത്ത ആ ഒരു ത്രെഡാണ് ആ ഒരു ലൈനിൽ വന്നിരിക്കുന്നത്. ഈ സ്റ്റിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് മുന്നിട്ട് കമൻസിൽ വന്ന ഒരു ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാം. കമൻസിൽ ഒരു കുട്ടി ചോദിച്ചതാണ്, നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഓപ്പൺ ചെയ്യുമല്ലോ, അതായത് ഓപ്പൺ ചെയ്യുന്ന മാത്രമല്ല നമുക്ക് ത്രെഡ് പൊട്ടിപ്പോയാലും ചിലപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെ അഴിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഹോളായി കിടക്കും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഹോൾ വന്നു കഴിഞ്ഞാൽ സെയിം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യണോ അതോ വേറെ സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയോന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ നീഡിലിൻ്റെ ഹുക്കില്ലേ ആ ഒരു ഹുക്ക് വെച്ച് ആ ഒരു ഹോള് വീണ സ്ഥലത്ത് ഇതുപോലൊന്ന് റബ്ബ് ചെയ്താൽ മതി. ഇതുപോലൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളൊക്കെ ക്ലിയറായി പഴയതുപോലെ ആകും. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഇതുപോലുള്ള ടിപ്സ് ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരു സ്റ്റിച്ച് എന്താണെന്ന് മാത്രമേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്റ്റിച്ചിൽ വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് എന്തൊക്കെ യൂസസ് ആണുള്ളതെന്നോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ആ ഒരു സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ സ്റ്റിച്ചിലേക്ക് വരാം. ഫസ്റ്റ് നീഡിൽ കുത്തി ത്രെഡ് എടുത്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി മുകളിലത്തെ ലൈനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. നീഡിൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീഡിലിനെ തിരിച്ച് ലോക്ക് സ്റ്റിച്ച് ഇട്ട സ്ഥലത്തേക്ക് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ലോങ് ചെയിൻ താഴത്തെ സ്റ്റിച്ചിൽ വന്ന് ലോക്കാവും. ഇതേ കണ്ടോ ആ നീഡിൽ ഞാൻ വെച്ച സ്ഥലം. ഇനി ഈ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു സ്ഥലത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. ഇനി താഴെ ഹോറിസോണ്ടലായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പിൽ ഒരു ചെയിൻ സ്റ്റിച്ച്. ഇനി ഡയറക്റ്റ് നമുക്ക് ഈ ഒരു നീഡിൽ മുകളിലേക്ക് കൊണ്ടുപോയി പഴയതുപോലെ ഒരു ലോങ് ചെയിൻ എടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. വീണ്ടും ആ ഒരു നീഡിൽ താഴേക്ക് വലിച്ച് നമ്മൾ ഫസ്റ്റ് ആ ഹോറിസോണ്ടൽ ചെയിൻ എടുത്തില്ലേ അവിടേക്ക് തന്നെ കൊണ്ടുവരിക. അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും ഹോറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച്. ഡയറക്റ്റ് വെർട്ടിക്കലായിട്ട് നമുക്കൊരു ചെയിൻ എടുക്കുക. ആ ഒരു നീഡിലിനെ തിരിച്ച് നമ്മൾ ആ ഒരു ഹോറിസോണ്ടൽ ചെയിൻ എടുത്ത് അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ മുകളിൽ ചെയിൻ എടുത്തിട്ട് താഴേക്ക് വലിക്കില്ലേ, അപ്പോൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ നീഡിലിൻ്റെ ഹുക്കും താഴോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. മുകളിൽ ചെയിൻ എടുക്കുമ്പോൾ നമ്മുടെ നീഡിലിൻ്റെ ഹുക്ക് മുകളിലേക്കാണ്. വീണ്ടും ത്രെഡിനെ താഴേക്ക് വലിക്കുമ്പോൾ നീഡിലിൻ്റെ ഹുക്ക് താഴേക്കാവുമേ. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നിട്ട് ക്ലോത്ത് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ത്രെഡ് താഴേക്ക് വലിക്കില്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് തുണി ചുരുങ്ങിപ്പോകും. അപ്പോൾ ചുരുക്കവും കാര്യങ്ങളും ഒന്നും വരാതിരിക്കണമെങ്കിൽ തുണി റിങ്ങിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് ആ ഒരു ത്രെഡിനെ വലിക്കില്ലേ, ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ താഴെയുള്ള ത്രെഡ് ടൈറ്റായിട്ട് പിടിക്കരുത്. അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുന്ന ത്രെഡില്ലേ ആ ഒരു ത്രെഡ് ടൈറ്റായിട്ട് പിടിക്കല്ല്. ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലിക്കുന്ന സമയത്ത് തുണി ചുരുങ്ങും. പിന്നെ ഈ ഓരോ സ്റ്റിച്ചും തമ്മിലുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോലെ ഗ്യാപ്പ് വ്യത്യസ്തമായി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് കാണാൻ അത്ര ഭംഗി കാണില്ല. ഇവിടെ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു താഴത്തെ ഹോറിസോണ്ടൽ ചെയിനില്ലേ ഈ ഒരു ചെയിനിലാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ കണ്ട് മനസ്സിലാക്കുന്നതല്ലേ നമ്മുടെ ഓർമ്മയിലിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് സ്റ്റിച്ചുകൾ അടുപ്പിച്ചും കുറച്ച് ഡിസ്റ്റൻസിലും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്.
ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചസും അതുപോലെ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത സ്റ്റിച്ചും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ആ ഹോറിസോണ്ടൽ ചെയിനിൻ്റെ സൈസ് മാറ്റിയപ്പോഴേക്കും നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാൻ തന്നെ ഭംഗിയില്ലാതായി. അരി വർക്കിൽ ഫിനിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്താലും ആ ഒരു ഡിസൈൻ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാൻ നോക്കണം. ഇനി ഈ ഹോള് വീണ സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നീഡിലിൻ്റെ ഹുക്ക് കൊണ്ട് ഇതുപോലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഹോള് വീണ സ്ഥലം എല്ലാം ക്ലിയർ ആയില്ലേ? അരി വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത്. നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകളെല്ലാം ഈ ബട്ടൺ ഹോൾ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യുന്നത്, ലീവ്സ് ഫില്ല് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ബട്ടൺ ഹോളിലാണ് ചെയ്യുന്നത്. ഫില്ലിംഗ് സ്റ്റിച്ച് ഒരു ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. ഈ ഒരു മെത്തേഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ സ്റ്റിച്ചസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ബട്ടൺ ഹോളിൻ്റെ ഈ ഒരു ബേസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മുകളിൽ നിന്ന് നമ്മൾ ഈ ഒരു ത്രെഡിനെ വലിച്ച് താഴെ കൊണ്ടുവരുന്ന ഈ ഒരു മെത്തേഡ് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെവറോൺ സ്റ്റിച്ചിൽ പഠിച്ചിരുന്നു. നമ്മൾ രണ്ട് സൈഡിലേക്കും ഷോർട്ട് ചെയിൻ കൊടുക്കുന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ഷോർട്ട് ചെയിൻ വന്ന് സെൻറ്ററിൽ ലോക്ക് ആകുമായിരുന്നു. ഇവിടെ നമ്മൾ ആ ഒരു ചെയിനിനെ താഴേക്ക് വലിച്ചുകൊണ്ട് വന്ന് ലോക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻഡ് നോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. എൻഡ് നോട്ട് എപ്പോഴും താഴത്തെ സ്റ്റിച്ചിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ മുകളിൽ കൊണ്ടുപോയി എൻഡ് നോട്ട് കൊടുക്കല്ല്. മുകളിൽ എൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുകളിൽ ആ ഒരു ലൈനിൻ്റെ എൻഡിൽ ഒരു നോട്ട് വീണ് കിടക്കും. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ നമുക്കത് എടുത്തറിയാൻ പറ്റും. ത്രെഡിനെ താഴേക്ക് വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുന്ന പോയിൻ്റില്ലേ, ആ ഒരു പോയിൻ്റിലായിരിക്കണം എൻഡ് നോട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഈ കൊടുക്കുന്ന പോലെ. ഇനി ജെറിയിലും കൂടി ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ടിംഗ് ഒക്കെ സെയിം ആണ്. ത്രെഡ് എടുത്തു, ഓപ്പോസിറ്റിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മുകളിലേക്ക് ഒരു ലോങ് ചെയിൻ കൊടുക്കാം. ഇനി ആ ഒരു ത്രെഡിനെ താഴേക്ക് വലിച്ച് താഴെ ഒരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും സൈഡിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ചെയിൻ, വീണ്ടും മുകളിലേക്ക് പോവുക, ത്രെഡിനെ വലിച്ച് താഴെ കൊണ്ടുവരിക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ സിൽക്ക് ത്രെഡിൽ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാണെന്ന് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. ബട്ടൺ ഹോൾ നമ്മൾ ജെറിയിൽ ചെയ്യുന്നത് കുറവാണ്. നമ്മൾ സിൽക്ക് ത്രെഡ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫില്ലിംഗ് സ്റ്റിച്ചുകൾക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലീഫ് ഫില്ലിംഗ് ആണെങ്കിലും നമ്മൾ കൂടുതലും ലീവ്സിന് ഗ്രീൻ കളർ തന്നെ കൊടുക്കാൻ നോക്കും. ഇനി അതല്ല, നമ്മൾ ഗോൾഡനിലാണെങ്കിൽ നമ്മൾ ബീഡ്സ് ഒക്കെ ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഇനി ഫ്ലവർ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ സെയിം അതേ കളറ്, ഏത് കളറാണോ നമുക്ക് മാച്ചിങ് വേണ്ടുന്നത് ആ കളറിലെ സിൽക്ക് ത്രെഡ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ജെറി ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്കിതിൽ ബീഡ്സ് വെച്ചുള്ള പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ബീഡ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെയും എൻഡ് നോട്ട് നമ്മൾ ആ താഴത്തെ സ്റ്റിച്ചിൽ തന്നെ കൊടുക്കണം. ഇവിടെ ഞാൻ ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ലുക്കേ മാറിയില്ലേ? ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോൺസ് ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ചെയ്തത്, ഇനി കർവിൽ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാം. ഇതുപോലെയുള്ള സ്കെയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കോയിനോ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു ചെറിയ സർക്കിൾ ഡ്രോ ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നീഡിൽ കുത്തി ത്രെഡ് എടുത്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി ആ അകത്തെ സർക്കിളിലാണ് നമ്മൾ ഫസ്റ്റ് ചെയിൻ എടുക്കേണ്ടത്. ആ നീഡിലിനെ താഴേക്ക് കൊണ്ടുവന്ന് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ഒരു ചെയിൻ. ഇനി വീണ്ടും മുകളിലേക്ക് ഒരു ലോങ് ചെയിൻ എടുക്കുക. അവിടുന്ന് നീഡിൽ മുകളിൽ വരുമ്പോഴത്തേക്ക് താഴേക്ക് വലിച്ചു കൊടുക്കുക, ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ചെയിൻ. കർവ് ഫിഗേഴ്സ് ഇത്രയും ഗ്യാപ്പ് കൊടുത്ത് ചെയ്യൽ. ഇത്രയും ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാനിപ്പോൾ കുറേ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. സ്ട്രെയിറ്റ് ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗ്യാപ്പ് കൊടുക്കാം. പക്ഷേ കർവ് ഫിഗർ ചെയ്യുമ്പോൾ ചെറിയ ഗ്യാപ്പ് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കർവ് കിട്ടത്തുള്ളൂ. ഇവിടെ 2-3 സ്റ്റിച്ച് കൂടെ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ഞാനിത് അഴിക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ആ പുറത്തെ സർക്കിൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ചെറിയ ഗ്യാപ്പിൽ ചെയ്ത് കാണിക്കാം. ഹോൾസ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ റബ്ബ് ചെയ്ത് ഇതുപോലെ ക്ലിയർ ചെയ്യാം. ഇതുപോലെ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
ഇതുപോലുള്ള കർവ് ഫിഗേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന ഗ്യാപ്പും ആ ഇന്നർ സൈഡ് കൊടുക്കുന്ന ഗ്യാപ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്ലൈനായിട്ട് ആ ഒരു ഹൊറിസോണ്ടൽ ചെയിൻ ചെയ്യുന്നതും അതുപോലെ അകത്ത് നമ്മൾ ആ ഒരു ലോങ് ചെയിൻ എടുക്കുന്നതും ഗ്യാപ്പിൽ വ്യത്യാസം വരും. പുറത്തെ വലിയ സർക്കിളിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൂട്ടിയെടുക്കേണ്ടി വരും. അതേസമയം അകത്തെ സർക്കിളിൽ നമുക്ക് അടുപ്പിച്ച് ഗ്യാപ്പിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ സ്റ്റിച്ചിൽ ഇനി എൻഡിനോട്ട് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇത്ര ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ഇവിടെ എൻഡിനോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം ആ ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഇവിടെ നമ്മുടെ സ്റ്റിച്ച് കഴിഞ്ഞു. പക്ഷേ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെയിൻ എക്സ്ട്രാ കൊടുക്കണം. ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ ജോയിൻറ്റ് ചെയ്ത് ചെയിൻ എടുത്തിട്ട് ഒരു എൻഡിനോട്ടും കൊടുക്കണം. ഇപ്പോൾ ബട്ടൺ ഹോൾ സ്ട്രെയിറ്റ് ആയിട്ടും കർവായിട്ടും ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി സിംഗിൾ ലൈൻ വരച്ച് ഒരു പിക്ചർ കൂടി ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ഒരു റോസിൻ്റെ പിക്ചറാണ് കേട്ടോ ഡ്രോ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ലൈനില്ലേ, ഈ ഒരു ലൈനിലാണ് നമുക്ക് ഹോറിസോണ്ടൽ ലൈൻസ് വരേണ്ടത്. എങ്കിലേ ആ ഒരു പിക്ചറിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ ആ സ്ട്രെയിറ്റ് ചെയ്യുന്ന ചെയിനില്ലേ, ഇതുപോലെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടത്. പിന്നെ ഈ മുകളിലെ പാർട്ടൊക്കെ നമുക്ക് ചെയിനിൽ ചെയ്യാം. ഞാനിവിടെ ഈ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു പകുതി ഭാഗം എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബട്ടൺ ഹോൾ സ്റ്റാർട്ട് ചെയ്യും. ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതായത് ആ ഒരു മുകളിലേക്ക് എടുക്കുന്ന ചെയിനില്ലേ, ആ ഒരു ചെയിൻ നമുക്ക് ചെറുതായിട്ട് കൊടുത്താൽ മതി. കാരണം അധികം ഗ്യാപ്പ് ഇല്ലല്ലോ ഇവിടെ. ലാസ്റ്റിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇനി താഴോട്ടുള്ള ഈ ഒരു ലൈന് നമുക്ക് ബട്ടൺ ഹോളിൽ തന്നെ ചെയ്യാം. സ്റ്റിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ ഞാനിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ. നമുക്ക് ആ ഒരു ലൈൻ വരയ്ക്കാതെ എങ്ങനെയാണ് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രം കണ്ടാൽ മതിയല്ലോ. ഇവിടെ ലീഫും ഞാൻ ചെയിൻ സ്റ്റിച്ചിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഈ റോസ് ചെയ്ത പോലെ തന്നെ ബട്ടൺ ഹോളിൽ വേണമെങ്കിലും നമുക്ക് ഈ ലീഫ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഇതുപോലെ സിൽക്ക് ത്രെഡിൽ ഡബിൾ ലെയർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ജെറി ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ ആ ഒരു സർക്കിൾ ഷേപ്പ് ചെയ്തില്ലേ, ആ ഒരു സർക്കിൾ ഷേപ്പ് ഡ്രോ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ആ ഒരു ലാസ്റ്റ് ചെയ്ത റോസിൻ്റെ ഫിഗർ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. സെയിം ഈ പിക്ചർ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്ചർ എടുത്താൽ മതി റോസിൻ്റെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്